ബി.ജെ.പിക്ക് നമ്മുടെ രാഷ്ട്രപിതാവെന്ന് പോലും ഇനി നമുക്ക് പറയാൻ ചിലപ്പോൾ പറ്റത്തില്ല കേട്ടോ. ഇപ്പം കുറച്ച് നാളുകൂടെയൊക്കെ എങ്കിലും പറയാമെന്ന് തോന്നുന്നു. മഹാത്മാഗാന്ധിയോടുള്ള വിരോധം അത് അങ്ങ് പുറത്തേക്ക് വരികയാണ്. ഇപ്പോൾ ഈ വിഷം അങ്ങ് ചീറ്റുകയാണ് വെളിയിലേക്ക്. അപ്പോൾ മഹാത്മാഗാന്ധിയുടെ പേരിൽ, അതായത് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം, നരേഗ, റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട് എന്ന് പറയുന്ന നിയമം നമ്മുടെ രാജ്യത്ത് നിലവിൽ വന്നു. UPA ഗവൺമെൻറ് കൊണ്ടുവന്നതാണ്. അത് വളരെ വിജയകരമായി പോയി. ഒരുപാട് സ്ത്രീജനങ്ങൾക്ക്, വനിതകൾക്ക്, പാവപ്പെട്ടവർക്ക് ജോലി കിട്ടി. അവർക്കൊരു വരുമാന മാർഗമായിരുന്നു അത്. ഇപ്പോൾ അത് എങ്ങനെ നോക്കിയപ്പോൾ അത് ആ പ്രോഗ്രാം എങ്ങനെ പോയി, അത് മഹാത്മാഗാന്ധി എന്നുള്ള പേരിടേണ്ട കാര്യമില്ലല്ലോ. ഓരോന്നും പേര് മാറ്റിക്കൊണ്ടിരിക്കല്ലേ. ഇപ്പോൾ ജവഹർലാൽ നെഹ്റു എന്ന് കേട്ട് കഴിഞ്ഞാൽ അന്നേരം വലിയ വൈരാഗ്യമാണ്. അതിന് ആ പേരെല്ലാം മാറ്റും. മഹാത്മാഗാന്ധി എന്നുള്ളത് ഇനി ആ പേര് എവിടെ കണ്ടാലും അത് മാറ്റണം. അപ്പോൾ നോക്കുമ്പോൾ ഇത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രോഗ്രാമായിരുന്നു. അത് നരേഗ എന്ന് പറയും, നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട്, മഹാത്മാഗാന്ധി നാഷണൽ എന്ന് വരുന്ന അതാണ്. അപ്പോൾ അത് ഇപ്പോൾ എന്താണെന്നറിയോ, ആ നിയമം ഒന്ന് മാറ്റി, നിയമ ഭേദഗതി എന്നും പറഞ്ഞ് ആദ്യമേ അതിൻ്റെ പേരങ്ങെടുത്ത് മാറ്റി. കാര്യം മഹാത്മാഗാന്ധി എന്ന് കേൾക്കാൻ ഇഷ്ടമല്ല അവർക്ക്. അതാണ് പ്രശ്നം. മഹാത്മാഗാന്ധി എന്ന് ഉള്ള പേര് കേൾക്കണ്ട, അത് വെറുപ്പാണ്. വലിയ എങ്ങനെ മഹാത്മാഗാന്ധി അതിൽ നിന്ന് എടുത്ത് കളയാം എന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ചപ്പോഴാണ്, അപ്പം നമ്മൾ വിചാരിച്ച് പേര് മാറ്റം മാത്രമാണ്. ഇത് അതുമല്ല, ഈ പ്രോഗ്രാം മുഴുവൻ നശിപ്പിക്കാനുള്ള പരിപാടിയാണ്. കാര്യം ഇതൊരിക്കലും നടക്കാതെ ആക്കാനുള്ള ഒരു മാർഗമാണ്. അപ്പോൾ നേരത്തെ മുഴുവനായിട്ടും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഫണ്ടിങ്ങിൽ നിന്ന് നടന്നുകൊണ്ടിരുന്ന ഒരു പ്രോഗ്രാം ഇപ്പോഴെന്താ, 60% സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കും, 40% ഓരോ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളും കൊടുക്കണം. യുവമാരാരാ തീരുമാനിക്കാൻ? ഇത് പാർലമെൻറ്റ് നേരത്തെ പാസ്സാക്കിയ നിയമമാണ്. അതിനകത്ത് മുഴുവൻ സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കേണ്ടതാണ്, യൂണിയൻ ഗവൺമെൻറ് കൊടുക്കേണ്ടതാണ് ആ പണം. അവർ മീറ്റ് ചെയ്യേണ്ട പ്രോഗ്രാമാണ്. അതിന് പകരം അത് ഇന്ന് 60% അവരുടെ അങ്ങോട്ട് കുറയ്ക്കുക, എന്നിട്ട് 40% സ്റ്റേറ്റ് ഗവൺമെൻറ്, അതാത് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ കൊടുക്കണം. ഇത് മാത്രം 100 ദിവസം ജോലി കൊടുക്കണം എന്നുള്ളതായിരുന്നു നേരത്തെ ഉള്ളത്. 100 ദിവസം കുറഞ്ഞത് ജോലി കൊടുക്കണം. ഇപ്പം ജോലിയുടെ ദിവസം കൂട്ടി 125. അപ്പോൾ ഇത് കൂട്ടിക്കഴിയുമ്പോഴുള്ള കുഴപ്പമെന്തെന്നറിയോ, ഓരോ സംസ്ഥാനത്തിനും വരുന്ന ബാധ്യത എന്ന് പറയുന്നത് വളരെ വലിയ ബാധ്യതയാണ്. ഇനി ഈ സമയത്ത് ജോലിയും കൊടുത്തില്ല, ഇതിൻ്റെ പേയ്മെൻറ്റും കൊടുത്തില്ലെങ്കിലോ, 1000 രൂപയൊക്കെ ആയിരുന്നു നേരത്തെ അതിന് ഫൈൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് 10,000 രൂപയായിട്ടും ഇതിൽ നിന്ന് മാറ്റുകയാണ്. ഈ രീതിയിലുള്ള ഒരുപാട് വ്യത്യാസങ്ങൾ കൊണ്ടുവരുന്നു. ഈ പ്രോഗ്രാം അപ്പാടെ നശിപ്പിക്കണം. ഇനി ഇത് മുമ്പോട്ട് പോകത്തില്ല. കാരണം ഇത് ആരാ ഇതിൻ്റെ പുറകെ പോകാനുള്ളത്? ഇത് മുഴുവനായിട്ട് ഇത് സ്റ്റേറ്റ് ഗവൺമെൻറ് കൊടുക്കാനുള്ള പണം ഇവിടെ വല്ലതും ഇരിപ്പുണ്ടോ? പണം വല്ലതും ഇരിപ്പുണ്ടോ? ഇവിടെ പണം ഉണ്ടെങ്കിൽ അത് നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രിക്ക് കാറ് വാങ്ങിക്കാനും ഇതിനൊക്കെ ഉള്ള പണമേ ഉള്ളൂ ഇവിടെ. അല്ലാതെ ഈ പാവങ്ങൾക്ക് കൊടുക്കാനോ ഇതിനുള്ള പണമൊന്നുമില്ല. ഇനി ഇത് ഒരു മനസ്സിലാക്കേണ്ട, ഈ ജോലി ഉണ്ടല്ലോ, ഇത് കിട്ടിക്കൊണ്ടിരുന്ന ഒരുപാട് കുടുംബങ്ങൾ കഴിഞ്ഞു പോയിരുന്ന ഒരു പ്രോഗ്രാമാണ് ഇത്, ഈ തൊഴിലുറപ്പ് പദ്ധതി എന്നുള്ളത്. അതിൻ്റെ മാത്രമല്ല, ഇനിയിപ്പോൾ അതിൻ്റെ ജോലിയുടെ മേഖലകളും മാറ്റി. ഏതൊക്കെ വിഭാഗത്തിലുള്ള ജോലികളാണ് വേണ്ടെന്നുള്ള അതെല്ലാം മാറ്റി. ഇതെല്ലാം വരുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഇനി ഈ ജോലിയൊന്നും കിട്ടത്തില്ല, ആർക്കും കിട്ടത്തില്ല. ഇതുകൊണ്ട് നേരത്തെ അത് ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ, ആ പണിയൊക്കെ ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർക്കൊരു ചെറിയ രീതിയിലുള്ള തുകയായാലും അവർക്ക് കിട്ടുമായിരുന്നല്ലോ. ഇനി അതില്ലാതാവും, ഒന്നും കിട്ടത്തില്ല. ആ രീതിയിലേക്ക് ഈ പ്രോഗ്രാം നശിപ്പിക്കാനുള്ള ഒരുക്കമാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ അത് യഥാർത്ഥത്തിൽ വലിയ വാഗ്വാദങ്ങൾക്കും ഒച്ചപ്പാടുകൾക്കും ഒക്കെ പാർലമെൻറ്റിൽ ഇടയായി. ഇതിൻ്റെ പേര് മാറ്റുന്നത് സംബന്ധിച്ചിടത്തോളം, ഈ നിയമം മാറ്റുന്നതിനും. ഈ നിയമം മാറ്റിയാൽ നമ്മുടെ മന്ത്രി തന്നെ ശ്രീ രാജേഷ് പറഞ്ഞ് ശരിയാണ്. കാരണം ഗവൺമെൻറ്റിന് വളരെ വലിയ ബാധ്യതയാണ് ഉണ്ടാകാൻ പോകുന്നത്. കേരള ഗവൺമെൻറ്റിന് ഇതുപോലെ എല്ലാ ഗവൺമെൻറ്റുകളും, സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കും ബാധ്യതയുണ്ടാവും. അതിന് ഉള്ള ഒരുക്കമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവർ അവിടുന്ന് ഇവിടുന്നൊക്കെ തട്ടിക്കൂട്ടി ഭൂരിപക്ഷമൊക്കെ ഉണ്ടാക്കിയിട്ടിരിക്കുകയല്ലേ BJP, NDA എന്നുള്ള പേരിൽ. അവർക്ക് അത് എങ്ങനെയായാലും ഭരിച്ചാൽ മതിയല്ലോ, ഏത് വൃത്തികേട് കാണിച്ചാലും. ഇപ്പം നോക്കുമ്പോൾ ഇതിൻ്റെ പുറകിൽ
വളരെ വാശിയായിട്ടൊക്കെ നിൽക്കുക. കാരണം ഈ പ്രോഗ്രാം നയിച്ചു പോകും, നടക്കത്തില്ലത്. അപ്പോൾ ഇത് നടക്കാതാക്കാനുള്ള ഒരു മാർഗമാണ് ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് നോക്കുന്നത്. ആ നിയമം പാസ്സായി വന്നാൽ വളരെ കഷ്ടമാണ്. ഒരുപാട് പാവങ്ങളുടെ കഞ്ഞിയിൽ മണ്ണ് വാരി ഇടുന്നതിന് തുല്യമാണ് നടക്കാൻ പോകുന്ന കാര്യം. മഹാത്മാഗാന്ധിയോടുള്ള വെറുപ്പ് പോട്ടെ ഒരു വശത്ത്, അതുകൊണ്ട് പേര് മാറ്റിയത് മാത്രമല്ല, ഇത് മുഴുവൻ ഇതിൻ്റെ കണ്ടൻസ് മുഴുവൻ മാറ്റിയേക്കാണ്. അതിൻ്റെ ആ പ്രോഗ്രാം ഏതൊക്കെ വിധത്തിലാണെന്നുള്ളത് മുഴുവൻ മാറ്റി ആ പ്രോഗ്രാം നശിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് കേന്ദ്ര ഗവൺമെൻറ്. പറയാതിരിക്കാൻ നിവൃത്തിയില്ല.